ആദ്യം ബ്രിഗേഡിയർ എൻ ബാലനിലേക്കാണ് പോകുന്നത്. ശ്രീ ബാലൻ, താങ്കൾ 6 വർഷത്തോളം ഉന്നത സേനാ മേധാവിയായി പ്രവർത്തിച്ച ഒരിടമാണ് കാശ്മീർ. അവിടുത്തെ സാഹചര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം എന്നുള്ളത് പണ്ടൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അതിലൊരു മാറ്റം വന്നതും നമ്മൾ കണ്ടതാണ്. ഭീകരതയ്ക്കെതിരെ കശ്മീരി ജനത ശബ്ദമുയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരവരുടെ ജോലികളിൽ ഏർപ്പെട്ട് നല്ലൊരു ജീവിതത്തിന് തുടക്കം കുറിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വെടുന്നനെ വരുന്ന ഈ പഹൽഗാം ഭീകരാക്രമണം, അതും മതം ചോദിച്ചുകൊണ്ടുള്ള പോയിന്റ് ബ്ലാങ്കിൽ നിന്നുകൊണ്ടുള്ള ഈ നിറയൊഴിക്കൽ. പക്ഷേ അതിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തി. കശ്മീരി ജനതയും പാകിസ്ഥാൻ മുർദാബാദ് വിളിച്ചു. അങ്ങനെ നീങ്ങുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കുറച്ച് നാളുകളായി ചില പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും പ്രതികൂലമായ ചില പരാമർശങ്ങളും പ്രസ്താവനകളുമൊക്കെ വരുന്നത്. നമുക്ക് അതിലേക്ക് എത്താം, അത് രാഷ്ട്രീയമാണ്. പക്ഷേ കശ്മീരിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മൾ പഹൽഗാം ഭീകരാക്രമണത്തെ ഒറ്റക്കെട്ടായി നേരിടുമ്പോൾ ഈ രാജ്യത്തിനകത്തു നിന്നുയരുന്ന ഇത്തരം ഭാരതവിരുദ്ധ പരാമർശങ്ങൾ ഒരുപക്ഷേ കേന്ദ്രസേനയുടെ ആത്മബലത്തിനെ പോലും നിർവീര്യമാക്കുന്ന തരത്തിലേക്കാകില്ല. കാരണം ഇപ്പോൾ ആ പല പരാമർശങ്ങളും പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇത്തരം പരാമർശങ്ങളുടെ ആവശ്യകതയുണ്ട്. ഒറ്റക്കെട്ടായി ഈ ഭീകരാക്രമണത്തെ ചെറുക്കുകയല്ലേ വേണ്ടത്? അത് ശരിയാണ്. തീർച്ചയായിട്ടും ആദ്യമായി ഞാൻ പറയുന്നത് സൈന്യം, ഭാരത സൈന്യം എന്ന് വെച്ചാൽ ഒരു നിഷ്പക്ഷത, രാഷ്ട്രീയമായ നിഷ്പക്ഷത പുലർത്തുന്ന ഒരു ഓർഗനൈസേഷൻ മാത്രമല്ല, മതത്തിന് വളരെയധികം പ്രാധാന്യമില്ല. പട്ടാളക്കാർ എപ്പോഴും അവർ ഏത് യൂണിറ്റിലാണ്, അവരുടെ റെജിമെൻ്റ് ഏതാണ്, രാജ്യത്തോടുള്ള കൂറാണ് അവർക്ക് എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊന്നും പട്ടാളക്കാർക്ക് ഇതിനെ ശ്രവിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇങ്ങനെയുള്ള സംഭാഷണങ്ങളോ അല്ലെങ്കിൽ പ്രതിപാദനങ്ങളോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളോ ഒക്കെ ഉണ്ടാകുന്നത് അത് എത്രയും ചുരുക്കുന്നത് അത്രയും നന്നായിരിക്കും. അത് പട്ടാളക്കാരുടെ മനോവീര്യത്തെ ബാധിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണ് എൻ്റെ ഒരു അപേക്ഷ. പിന്നെ കാശ്മീരിലെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം 1993-94 അവിടെ ഉണ്ടായിരുന്ന സമയത്ത് വളരെയധികം കഷ്ടപ്പാടുകളാണ് അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചിരുന്നത്. അതായത് ദാരിദ്ര്യം, ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ച് ദാരിദ്ര്യം വളരെ രൂക്ഷമായിരുന്നു. അവർക്ക് വേണ്ട വിധത്തിലുള്ള റാഷൻ, ഗ്യാസ് സിലിണ്ടർ, ശീതകാലത്തുള്ള കെറസിൻ ഓയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. ഈ കഴിഞ്ഞ ഒരു 5-10 വർഷമായിട്ട് അതിൽ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. ജനങ്ങളുടെ ഇടയിലേക്ക് രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ഓരോ കണങ്ങളും ഓരോ ഭാഗങ്ങളും എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടി കുറേ അധികം കാര്യങ്ങൾ കേന്ദ്ര സർക്കാരും ഇപ്പോഴുള്ള സംസ്ഥാന സർക്കാരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ടൂറിസം എന്നുള്ള ഒരു മേഖലയെ തളർത്തുവാനായിട്ടുള്ള, അതാണ് അവരുടെ മുഖ്യമായിട്ടുള്ള ഒരു വരുമാന മാർഗം, അത് തളർത്താനായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ അങ്ങനെ മാത്രമല്ല കാണേണ്ടത്, ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള ഭിന്നത കൂടി നമ്മൾ ഇതിൽ കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. ഈ ആക്രമണത്തെ, ഇപ്പോഴുണ്ടായ പഹൽഗാമിലുള്ള ആക്രമണത്തെ ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് കാണരുത്. കാശ്മീരിലേക്ക് പാകിസ്ഥാൻ്റെ എപ്പോഴുമുള്ള ഒരു ദുഷ്കണ്ണുണ്ടായിരുന്നു. അതായത് പാകിസ്ഥാൻ്റെ നോട്ടം മുഴുവൻ കാശ്മീരിലെ നദികളെയാണ്, കാശ്മീരികളെയല്ല. അവിടെയുള്ള നദികളിൽ നിന്ന്, എല്ലാ നദികളും, ഇൻഡസ്, ചെനാബ്, അങ്ങനെ എല്ലാ നദികളും അവിടെ നിന്ന് ഉത്ഭവിച്ചിട്ടാണ് പാകിസ്ഥാനിലേക്ക് വരുന്നത്. ആ വരുന്ന നദികളിൽ നിന്ന് പാകിസ്ഥാൻ്റെ കൃഷിയുടെ 80% വരുമാനം അതിനതിൽ ആണ് വരുന്നത്. പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന ബസ്മതി റൈസ്, അതായത് കോട്ടൺ, ഇതെല്ലാം ഇതിൽ നിർഭരമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കാശ്മീരിലോട്ടുള്ള അവരുടെ ഈ സമീപനം. എങ്ങനെയെങ്കിലും കാശ്മീരിലെ ഈ നദികൾ ഉത്ഭവിക്കുന്ന സ്ഥലങ്ങളോ നദികൾ ഒഴുകുന്ന സ്ഥലങ്ങളോ പിടിച്ചടക്കുക എന്നുള്ളത് അവരുടെ എപ്പോഴുമുള്ള ഒരു രാഷ്ട്രതലത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അതുകൊണ്ടാണ് അവർ 47, 48, 65, 71
പിന്നെ കാർഗിൽ, അത് കഴിഞ്ഞിട്ടുള്ള ഓരോ സമയത്തുള്ള കാശ്മീരിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് വരെ ഇവർ തന്നെ സ്പോൺസർ ചെയ്ത് ഉത്തേജനം നടത്തുക എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ കാശ്മീരിനെ എങ്ങനെയെങ്കിലും അവരുടെ ഇതിലേക്കാക്കണം. അതുകൊണ്ട് ഇതിനുള്ള ഉത്തരങ്ങളും ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇത് ഒരു അധ്യായമൊന്നുമല്ല, ഒരു പാഠപുസ്തകം തന്നെയാണ്. അതിനകത്ത് പല അധ്യായങ്ങളുണ്ട്, പല തലങ്ങളിലും. അതായത് ദൃശ്യമായിട്ടുള്ള ഒരു മിലിറ്ററി ആക്ഷനിലും, പിന്നെ സാമ്പത്തിക തലത്തിലും, അന്താരാഷ്ട്ര തലത്തിലും, പിന്നെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഇൻഡസ് റിവർ വാട്ടർ ട്രീറ്റിയുടെ റദ്ദാക്കുന്ന കാര്യങ്ങൾ, ഒരുപക്ഷെ വേറെ തലങ്ങളിലേക്കും ഇത് നമ്മൾ കടത്തേണ്ടിയിരിക്കുന്നു. ഇത് ഇന്നും നാളെയും തീരുന്ന ഒരു പ്രശ്നമല്ല. ഇതിന് ഒരു ദീർഘകാല വീക്ഷണം വേണം. അതിനുവേണ്ടി രാജ്യത്തുള്ളവരും രാജ്യത്തുള്ള ജനങ്ങളും രാഷ്ട്രീയക്കാരും എല്ലാവരും ഒന്നിച്ച് ഇരുന്നാൽ മാത്രമേ പട്ടാളക്കാർക്കും ഒരു തോന്നലുണ്ടാകുള്ളൂ, ഇപ്പോൾ ഞങ്ങളുടെ പുറകിൽ ഇത്രയും മുഴുവൻ രാജ്യം ഒറ്റക്കെട്ടായിട്ടിരിക്കുന്നു. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ആ 26 മരിച്ചുപോയ നമ്മുടെ ഭാരതീയ പൗരന്മാരായിട്ടാണ് കാണേണ്ടത്. അവർ വിനോദസഞ്ചാരികളല്ലായിരുന്നു. ആ 26 പേരുടെയും പേരുകൾ നിങ്ങളെല്ലാം പഠിക്കുകയാണെങ്കിൽ, ഒരാൾ മഹാരാഷ്ട്രയിൽ നിന്നും, ഒരാൾ ഒറീസയിൽ നിന്നും, ഒരാൾ ഡൽഹിയിൽ നിന്നും, തെലങ്കാനയിൽ നിന്നും, ഒരു മലയാളി, അങ്ങനെ ഓരോ സംസ്ഥാനത്ത് നിന്നും അവർ തിരഞ്ഞെടുത്തിട്ടാണ് കൊന്നിരിക്കുന്നത്. അവരുടെ സന്ദേശം വളരെ സ്പഷ്ടമാണ്. ഭാരതം എന്ന രാജ്യത്തുള്ള പൗരന്മാരെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവരെ വധിക്കുന്നത് നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു സന്ദേശമാണ്. ഇത് ഞങ്ങൾ ഭാരതത്തിനെതിരെ എന്നും എപ്പോഴും പ്രവർത്തിക്കും. അതിന് തക്കതായിട്ടുള്ള മറുപടി അത് എന്തായാലും അതിപ്പോഴേ അതിൻ്റെ എല്ലാ ആസൂത്രണങ്ങളെല്ലാം നടന്നു കാണും. പക്ഷെ അത് ഇന്നും നാളെയും തീരുന്ന കാര്യമല്ലെന്ന് ഞാൻ വീണ്ടും ഊന്നി പറയുന്നു. അത് ഒരാഴ്ച, ഒരു മാസമൊന്നുമല്ല, ഒരു ദശവർഷക്കാലം കൊണ്ട് പാകിസ്ഥാനെ തളർത്തിയാൽ മാത്രമേ ഇത് നീക്കുള്ളൂ. അതെ, തീർച്ചയായും.